ഹലോ, അപ്പം വന്നിരിക്കുന്ന കുറച്ച് സിനിമാ വാർത്തകളായിട്ടാണ്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് യൂട്യൂബ് ചാനൽ. ആദ്യത്തെ സിനിമ വാർത്ത നോക്കുകയാണെങ്കിൽ സൂര്യ അണ്ണൻ്റെ 46ാമത്തെ സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ പുതിയൊരു പോസ്റ്റർ വന്നിരിക്കുകയാണ്. സിനിമയിലെ കാസ്റ്റിൻ്റെ ഭാഗമായിട്ട് രവീന ടണ്ടുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ പോസ്റ്റർ വന്നിരിക്കുകയാണ്. നമ്മുടെ സൂര്യ 46ൻ്റെ ഭാഗത്ത് നിന്ന്. നമ്മുടെ രമിക സിംഗ് ആണ് നമ്മുടെ KGF Chapter 2 എന്ന സിനിമയിൽ അഭിനയിച്ച പുള്ളിക്കാരി സൂര്യൻ്റെ 46ാമത്തെ സിനിമയിൽ വരുന്നുണ്ട്. മമിത ബൈജു, സൂര്യ എന്നിവർ അഭിനയിക്കുന്ന സിനിമയാണ് സൂര്യ 46. GV പ്രകാശാണ് സിനിമയിലെ ഗാനങ്ങൾ ഇറക്കുന്നത്. വെങ്കിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. നിലവിൽ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു സിനിമയാണ് നമ്മുടെ മാസ് കൊമേഴ്ഷ്യൽ സിനിമയെ നമ്മുടെ സൂര്യ അണ്ണൻ്റെ RJ ബാലാജി കോമ്പോയിൽ വരാൻ പോകുന്ന കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ ഓവർസീസ് റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഫാസ്റ്റ് ഫിലിംസ് ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത്. സൂര്യ, തൃഷ, യോഗി ബാബു, ഇന്ദ്രൻസ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. സായി അഭ്യങ്കറാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രദീപ് രംഗാത്ത് അതിൻ്റെ ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമയിലെ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ നമ്മുടെ RJ ബാലാജിയാണ്. അടുത്ത വർഷം പൊങ്കൽ പ്രമാണിച്ചാണ് സിനിമ നിലവിൽ റിലീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ജാനുവരി മാസം. എന്തായാലും നമ്മുടെ ജനനായകൻ്റെ കൂടെ നമ്മുടെ സൂര്യ അണ്ണൻ സിനിമയും ക്ലാഷ് ആയിട്ട് റിലീസ് ചെയ്യുന്ന ഹൈ ചാൻസ് കാണുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമയാണ് ബാബാബ എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കിടു ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ദിലീപ് ഏട്ടൻ്റെ പിറന്നാളായിട്ട്. അടിപൊളി ടീസർ. അതിൻ്റെ കൂടെ തന്നെ ലാലേട്ടൻ്റെ വോയിസ് ഓവർ കാണാൻ സാധിക്കുന്നുണ്ട്. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട്. ഡിസംബർ 18 ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ദിലീപ് ഏട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. ദിലീപ് ഏട്ടൻ, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി എന്നിവരൊക്കെയാണ് സിനിമയ്ക്ക് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഷാൻ റഹ്മാനാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. BGM നമ്മുടെ ജേക്സ് വിജയ് ആയിരിക്കും. ധ്യാൻ അജയ് ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും ഒരു കിടു റിലീസ് ചെയ്ത് തന്നെയാണ് ഡിസംബർ മാസം 18 കാത്തിരിക്കാം നമുക്ക്. അന്നാണ് എൻ്റെ പിറന്നാൾ ദിനം കൂടിയും. എന്തായാലും ഒരു അടിപൊളി ട്രീറ്റ് തന്നെ ആയിരിക്കട്ടെ ആ ഒരു സിനിമ. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു റിലീസ് മാറ്റിയ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഡക്യൂട്ട് എന്ന് പറഞ്ഞൊരു അന്യഭാഷ സിനിമേൻ്റെ റിലീസ് മാറ്റിയിരിക്കുകയാണ്. ഡിസംബർ 25 നേരെ അടുത്ത വർഷം 2026 മാർച്ച് 19 മാറ്റിയിരിക്കുകയാണ് പുതിയ റിലീസ് തീയതി. പുതിയൊരു പോസ്റ്ററും വന്നിരിക്കുകയാണ്, പുതിയ റിലീസ് ഡേറ്റ് ഉൾപ്പെടെയുള്ള. നമ്മുടെ മുർണൽ താക്കൂറൊക്കെയാണ് സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് നമ്മുടെ ബീംസ്, അതുപോലെ തന്നെ ഗ്യാനി എന്നിവരൊക്കെയാണ് ചെയ്യുന്നത്. കിസ് എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനായ സനിൽ ഡിയോയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു സിനിമേൻ്റെ റിലീസിനായിട്ട് മാർച്ച് 19 അടുത്ത വർഷം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്കേൻ്റെ തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന അടുത്ത മലയാള സിനിമയാണ് കളം കാവൽ എന്ന് പറഞ്ഞ സിനിമ. നല്ല എക്സ്പെക്ടേഷൻസാണ് മമ്മൂക്ക ആരാധകർക്ക് ഈ ഒരു സിനിമയിലെങ്കിൽ അറ്റ്ലീസ്റ്റ്. കാരണം ഈ വർഷം വന്ന 2 സിനിമകളും വലിയ രീതിയിൽ എക്സ്പെക്ടേഷൻസ് മെറ്റ് ചെയ്തില്ലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും കളം കാവൽ നല്ലൊരു എക്സ്പെക്ടേഷൻസ് എനിക്കുണ്ട് പേഴ്സണലായിട്ട്. കാരണം മമ്മൂക്കേൻ്റെ ഒരു വില്ലൻ വേഷം ചെയ്യുന്ന സിനിമയും കൂടിയാണിത്. നമ്മുടെ ജിതിൻ K ജോസാണ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ടും കൂടിയാണ്. മ്യൂസിക് നമ്മുടെ മുജീബ് മജീദാണ്. മമ്മൂക്ക, വിനായകൻ എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്. നവംബർ 27 അറിയാം നമുക്ക് സിനിമയെ കുറിച്ച്. എന്തായാലും സിനിമയുടെ ട്രെയിലർ ഉടൻ വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 മിനിറ്റ് 53 സെക്കൻഡ് വരുന്ന ട്രെയിലറാണ് നിലവിൽ സെൻസർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് പുറത്തു വരുന്നതായിരിക്കും ഒഫീഷ്യലായിട്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ കിടു സിനിമയ്ക്ക് ശേഷം വീണ്ടും കുഞ്ചാക്ക ബോബൻ്റെ ഒരു കിടു സിനിമയായിട്ട് വരികയാണ്. എന്തായാലും പടത്തിന് പേര് നൽകിയിരിക്കുന്ന നിലവിൽ പ്രൊഡക്ഷൻ നമ്പർ 3 എന്ന രീതിയിലാണ്. എന്തായാലും ഒഫീഷ്യൽ നെയിമൊക്കെ ഉടൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. കുഞ്ചാക്ക ബോബൻ, അതുപോലെ ലിജമോൾ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ജസ്റ്റിൻ വർഗീസ് ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിലെ മ്യൂസിക് സംവിധായകനാണ്. ഡയറക്ഷൻ നമ്മുടെ കിരൺ ദാസ് ആണ്. പുതിയൊരു ഡെബ്യൂട്ടായ ഒരു സംവിധായകനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഉടൻ തന്നെ സിനിമയുടെ റിലീസ് ചെയ്ത് കൺഫേം ആക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. കാത്തിരിക്കാൻ നമുക്ക് ഈ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൗത്ത് കൊറിയയിൽ നിന്നൊരു കിഡു ക്യാരക്ടർ അഭിനയിക്കാനായിട്ട് നമ്മുടെ ഡോൺലി വരികയാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയിലോട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിലോട്ട്. അതും നമ്മുടെ പ്രഭാസിൻ്റെ കൂടെ ഒരു വില്ലനായിട്ടാണ് പുള്ളി വരാൻ പോകുന്നത്. ഒരു കിഡു വില്ലനായിരിക്കും അത്. പുള്ളി തന്നെ കഴിഞ്ഞ ഏതൊരു മാസം ഇത് സ്റ്റോറി ഇട്ടതാണ് ഈ വർഷം. പ്രഭാസിൻ്റെ ഒരു പോസ്റ്റർമേ ഒരു തംസപ്പ് ആയിട്ട്. അപ്പോൾ തന്നെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പ്രഭാസിൻ്റെ സലാർ എന്ന സിനിമേൻ്റെ പോസ്റ്ററിലായിരുന്നു. ഒരു വ്യക്തത ഇല്ല നിലവിൽ. എന്നാൽ പോലും പുള്ളി പ്രഭാസ് ആയിട്ടിൻ്റെ സിനിമയിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുക. നിലവിൽ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാത്രം ഇനി വരാനുള്ളൂ എന്ന് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് വരും ആഴ്ചകളിൽ സ്പിരിറ്റ് എന്ന സിനിമേൻ്റെ കാസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡോൺലി ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. നമ്മുടെ ആന്റണി വർഗീസും അതുപോലെ തന്നെ നമ്മുടെ കീർത്തി സുരേഷുമായിട്ടൊരു അടിപൊളി സിനിമ വരാൻ പോവുകയാണ്. സിനിമേൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആന്റണി വർഗീസ്, പെപ്പ്, അതുപോലെ തന്നെ കീർത്തി സുരേഷ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് ഋഷി ശിവകുമാറാണ്. പ്രൊഡക്ഷൻ നമ്മുടെ ഫസ്റ്റ് പേജ് എൻ്റർടൈൻമെൻറ്റ്സും അതുപോലെ തന്നെ AVA പ്രൊഡക്ഷൻ കമ്പനിയും അതുപോലെ തന്നെ മാർഗ എൻ്റർടൈൻമെൻറ്റ്സും ആണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. കാത്തിരിക്കാൻ നമുക്ക്. അടുത്ത അപ്ഡേറ്റ് വിസ്മയ മോഹൻലാൽ നായികയായിട്ട് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയ്ക്ക് ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആരംഭിച്ചിരിക്കുകയാണ്.
പൂജ നടന്നിരിക്കുകയാണ് നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. ജൂഡ് ആൻ്റണിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ വിസ്മയ മോഹൻലാലും സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ആശിഷ് ആൻ്റണി എന്നിവരൊക്കെ. അടുത്ത വർഷം മെയ് മാസമാണ് സിനിമ റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ ജെക്സ് ജോയ്, എഡിറ്റർ ചെമ്മൻ ചാക്കോ, തിരക്കഥ നമ്മുടെ അഖിൽ കൃഷ്ണ, ലിനേഷ്, സ്റ്റണ്ട് സെൽവയാണ്. അതുപോലെ സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ്, സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി എന്നിവരൊക്കെയാണ് സിനിമേൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കാണാൻ സാധിക്കുന്നത്. അടുത്ത വർഷം മെയ് മാസമാണ് സിനിമ റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ്, ചിയാൻ വിക്രമിൻ്റെ 63ാമത് സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് പുതിയൊരു പോസ്റ്ററിലൂടെ. ചിയാൻ വിക്രമിൻ്റെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് നടനായ നമ്മുടെ ബോഡി കെ രാജ്കുമാറാണ്. ഒരു ഹിന്ദി സംവിധായകനാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദി ആക്ടറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ 63ാമത് സിനിമ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിയാൻ വിക്രമിൻ്റെ 63ാമത് സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ചാത്ത പാച്ച എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ ടീസർ വരാൻ പോവുകയാണ്. നാളെ നവംബർ 1 കേരള പിറവിൻ്റെ അന്ന് രാവിലെ 11 മണിക്ക്. അർജുൻ അശോകൻ അതുപോലെ തന്നെ റോഷൻ മാത്യു എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. മ്യൂസിക് നമ്മുടെ ശങ്കർ, എഹാസൻ എന്നിവരൊക്കെയാണ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ അദ്വിത് നായരാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്, ഡെബ്യൂട്ടായ സംവിധായകൻ. അതുപോലെ തന്നെ ഈ ഒരു സിനിമേൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ആദ്യ WW ഫൈറ്റ് ബേസ് ചെയ്ത് വരുന്ന സിനിമയും കൂടിയാണ്. എന്തായാലും നാളെ നമുക്ക് പല ഭാഷകളിലായിട്ട് സിനിമ ടീസർ ആസ്വദിക്കാൻ സാധിക്കും നമുക്ക് യൂട്യൂബിലൂടെ. എന്തായാലും നമ്മുടെ മമ്മൂക്കിയും സിനിമയിൽ ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു സിനിമേൻ്റെ 5 ദിവസത്തെ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട്. വരും ദിവസത്തിൽ ബേസിൽ അനന്ത് എന്നിവരൊക്കെ നിർമ്മിക്കുന്ന സിനിമയാണ് നമ്മുടെ അതിരടി എന്ന് പറഞ്ഞ സിനിമ. രണ്ടുപേരുടെയും ആദ്യ സിനിമയാണ്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് ഷൂട്ടിങ്ങിൻ്റെ. സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ നവംബർ ആദ്യ ആഴ്ചയിൽ അവസാനിക്കുന്നതായിരിക്കും, നവംബർ 2 അതുപോലെ തന്നെ സിനിമ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നവംബർ 12 ആയിരിക്കും. എന്തായാലും സിനിമയിൽ കാസ്റ്റിൻ്റെ ഭാഗമായിട്ടൊരു അപ്ഡേറ്റും വന്നിരിക്കുകയാണ്. നമ്മുടെ രേഖാചിത്രം, ആട്ടം എന്നീ സിനിമകളിൽ അഭിനയിച്ച സെറിൻ ഷാഹിബ് സിനിമയിൽ നായികയായിട്ട് വരുന്നുണ്ട്, ഒരു കാസ്റ്റായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പുള്ളിക്കാരിൻ്റെ റോൾ അടിപൊളിയാവുമെന്ന് ഈ ഒരു സിനിമയിലൂടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കരിക്കിൻ്റെ അപ്ഡേറ്റ് ആണ്. കരിക്കിൻ്റെ ആദ്യ സിനിമ വരാൻ പോവുകയാണ്. കരിക്ക് സ്റ്റുഡിയോസും അതുപോലെ തന്നെ ഡോക്ടർ അനന്തു എൻ്റർടൈൻമെൻറ്റ്സും കൂടിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. നിലവിലെ സിനിമേൻ്റെ ജേണർ പരിശോധിക്കുകയാണെങ്കിൽ കോമഡി തന്നെയാണ്, എപ്പോഴുള്ള പോലെ തന്നെ. എന്തായാലും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഡിസംബർ മാസം ആദ്യ വാരം തന്നെയായിരിക്കും ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നിലവിൽ. എന്തായാലും സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് വരും ആഴ്ചകളിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക്. അത് നമ്മുടെ കരിക്കിൻ്റെ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക്. അതും ഒരുപാട് നാളുകൾക്ക് ശേഷമല്ല, വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഫസ്റ്റ് സിനിമ വരാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു സിനിമയ്ക്കായിട്ട്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ടു സിരിപ്ഷ ഇതുപോലത്തെ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്. കാത്തിരിക്കുന്ന ശേഷം നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.